What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea Karen channel. ഈ മത്സരത്തിനൊക്കെയിടയിൽ നമ്മുടെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാൻ വിട്ടുപോയതിന്റെ അല്ല, ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ജെയ്മി ഗിറ്റൻസ്. ഹിയർ വി ഗോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ജെയ്മി ഗിറ്റൻസിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും വാട്ട് ഡസ് ഹി ആഡ് ടു ദ ടീം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇനിയും ആ കഴിഞ്ഞ മത്സരത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ഇനിയും പറയാൻ ബാക്കിയുണ്ട്. കാരണം ഞാൻ ചെയ്ത വീഡിയോ വെളുപ്പിനെ 1:30-2 മണിക്ക് 1:40 ഞാൻ ആ വീഡിയോ ചെയ്തത്. ആ മത്സരം കഴിഞ്ഞിട്ട് എന്റെ ആ ഒരു വീഡിയോ ചെയ്തത്. ഇത് രാവിലെ എനിക്ക് വീണ്ടും ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടിട്ടാണ് എന്താണ് സംഭവിച്ചത് എന്നൊന്നും കൂടെ. അപ്പൊ അതിന്റെ കുറച്ച് വിശകലനങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. പ്ലേയേഴ്സിനെ കുറിച്ച് കുറച്ച് പറയാനും ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ജെയ്മി ഗിറ്റൻസിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. നൗ കളി എനിക്ക് തോന്നുന്നു ഞാൻ വിട്ടുപോയത് പറയാൻ വാസ് ദാറ്റ് റീസ് ജെയിംസ് ഗോൾ. വാട്ട് എ ഫ്രീ കിക്ക് മാൻ. അതായത് ട്രൂബിൻ എന്ന് പറഞ്ഞാൽ ഹി വാസ് ഹാവിംഗ് എൻ എക്സെപ്ഷണൽ പെർഫോമൻസ്. പ്രത്യേകിച്ച് ബായൺ മ്യൂണിക്കിനെതിരെ തകർത്ത പെർഫോമൻസും ഫസ്റ്റ് ഹാഫിൽ ഒരു അടിപൊളി 2 സേവും ഉണ്ടായിരുന്നു നമുക്കെതിരെ. പക്ഷെ റീസ് ജെയിംസ് ആ എടുത്ത ഫ്രീ കിക്കിൽ ഒരു ടൈറ്റ് ആംഗിൾ ആയിരുന്നു. ഒരിക്കലും ഒരു പ്ലെയർ അത് ഡയറക്ട്ലി ഗോളിലേക്ക്, ഫസ്റ്റ് പോസ്റ്റ് ഗോളിലേക്ക് കിക്ക് എടുക്കുന്നുള്ളത് പ്രതീക്ഷയില്ല. ട്രൂബിനും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹി വാസ് വെയിറ്റിംഗ് ഫോർ എ ക്രോസ്. അപ്പൊ കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുത്തു. റീസ് ജെയിംസ് മൈൻഡ് ചെയ്തില്ല ഒരു ക്രോസ്, ഒരു ഷോട്ട്. നൗ ട്രൂബിന് അത് കവർ ചെയ്യാമായിരുന്നു, കാരണം ട്രൂബിന് നല്ല റിഫ്ലെക്സീവ് ആക്ഷൻ ഉള്ളതാണ്. പക്ഷെ നമ്മൾ ആ ഗോൾ കീപ്പർ സൈഡിൽ നിന്ന് ആംഗിൾ നോക്കുമ്പോഴാണ് എത്ര ഇഞ്ച് പെർഫെക്റ്റ് ആണെന്ന് മാത്രമല്ല എത്ര പേസിലാണ് വന്നത്. കാരണം ട്രൂബിൻ റിയാക്ട് എത്തുന്നതിന് മുന്നേ ബോൾ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്യുക മാത്രമല്ല അത് ഇഞ്ച് പെർഫെക്റ്റ് ആയിരുന്നു. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ 50-50. പക്ഷെ ബ്ലഡി ഹെൽ മാൻ, റീസ് ജെയിംസ്, വാട്ട് എ ഗോൾ, വാട്ട് ആൻ അബ്സല്യൂട്ട് പീച്ച് ഓഫ് എ ഗോൾ. അത് പറഞ്ഞില്ലെങ്കിൽ അതെനിക്കൊരു മിസ് പോലെ തന്നെയായിരുന്നു. ദാറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, മെറസ്കയുടെ പുതിയ സിസ്റ്റം, വാട്ട് എവർ ഹീസ് കുക്കിംഗ്, ലുക്സ് വെരി വെൽ ബാലൻസ്ഡ്, എക്സ്ട്രീംലി വെൽ ബാലൻസ്ഡ്. റോമിയോ ലാവിയ മച്ചാനെ, അവന്റെ ഫിറ്റ്നസ് 100% നീഡഡ് ആണ്. ഹി ഈസ് എക്സെപ്ഷണൽ ഇൻ ദ മിഡ്ഫീൽഡ് അലോങ് വിത്ത് കൈസഡോ. പക്ഷെ കൈസഡോ ഇനി അടുത്ത മാച്ച് സസ്പെൻഡഡ് ആണ്. ആൻഡ് ദാറ്റ്സ് എൻ ഇഷ്യൂ. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ബട്ട് റോമിയോ ലാവിയ, കൈസഡോ പിവറ്റ്, എക്സെപ്ഷണൽ. കോൾ പാൽമർ ആസ് എ ലെഫ്റ്റ് വിങ്ങർ, അവന്റെ ഡിസിഷൻ മേക്കിംഗ്, അവന്റെ പാസിംഗ് എല്ലാം അടിപൊളിയായിരുന്നു. അവന്റെ ഡ്രൂസ്ബറി ഹാളിന് കൊടുത്ത അസിസ്റ്റും മറ്റേ കൈസഡോന് മൂന്നാമത്തെ ഗോളിന് കൊടുക്കുന്നതിന്റെ പ്രീ അസിസ്റ്റും എല്ലാത്തിനും കോൾ പാൽമർ ഇൻവോൾവ് ആയിരുന്നു. ഹി ലുക്ക് എക്സെപ്ഷണലി ഷാർപ്പ്. ആ ഒരു ടീമിന് ഒരു ബാലൻസ് കിട്ടിയ ഒരു ഫീൽ ആണ് ഇന്നലത്തെ കളിയിൽ ഉണ്ടായിരുന്നത്. വി ലുക്ക് റിയലി ഗുഡ്. കുക്കുറയ ഓൾ ഓവർ ദ പ്ലേസ്. മച്ചാനെ, കുക്കുറയാണ് എനിക്ക് തോന്നുന്നു കൈസഡോ കുക്കുറയൊക്കെ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് പ്ലേസ് എന്റെ ഒരു മനസ്സിൽ തോന്നുന്നത്. ദീസ് ആർ എക്സെപ്ഷണൽ. കുക്കുറയ്ക്ക് ഒരു ബാക്കപ്പ് തീർച്ചയായിട്ടും വേണം എന്നുള്ളതിൽ സംശയം വേണ്ട. ബട്ട് കുക്കുറയ, വാട്ട് എ പ്ലെയർ. അപ്പോ ദാറ്റ് ബാലൻസ്ഡ് ഇൻ ദ ടീം ലുക്ക് വെരി വെരി സോളിഡ്. ഇന്നലെ ഇത്രയ്ക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു ചെൽസി പെർഫോമൻസ്, ആ ഒരു തണ്ടർ സ്റ്റോം, ആ ലൈറ്റ്നിങ് വരുന്നത് വരെ ആരോ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് എടുത്തത്. ലൈറ്റ്നിങ് ആണ്. അപ്പൊ US നിയമപ്രകാരം ലൈറ്റ്നിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ 30 മിനിറ്റ് വേണം. പിന്നെ 30 മിനിറ്റിനുള്ളിൽ വീണ്ടും ലൈറ്റ്നിങ് വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത 30 മിനിറ്റ്. അങ്ങനെയായിരുന്നു നിയമം. അതാണ് ഇത്രയ്ക്ക് വൈകാനായിട്ടുള്ള ഒരു കാരണം. ബട്ട് വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, ആ ലൈറ്റ്നിങ് വരുന്ന സമയം വരെ വളരെ സോളിഡ് പെർഫോമൻസ്, വെരി വെരി ഗുഡ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, റോബ് സാഞ്ചസ്. ഈ ചെങ്ങാതിയുടെ തലയ്ക്ക് ചിലപ്പോൾ കിളി പോട്ടോ. ഇവനെ ഒരു നിമിഷത്തിൽ അവൻ ബോൾ കൈ പിടിച്ചിട്ട് ബോൾ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക എതിർ ടീമിന്. എനിക്ക് ഇവനെ വെച്ചോണ്ട് ഇനി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പേടി. ഞാൻ കുറെയൊക്കെ പിടിച്ചു നിന്നു. ഇവനെ കളിപ്പിച്ചില്ലെങ്കിൽ ആ യോർഗൻസിനെങ്കിലും പിടിച്ച് കളിപ്പിക്കും. പണ്ടറിഞ്ഞു ഇവൻ കളിച്ചുകൊണ്ടിരുന്ന ഞാൻ മനുഷ്യൻ എപ്പോഴാണ് ഇവന്റെ കിളി പോണേന്നാണ് പറയാൻ പറ്റാത്തത്. കിളി പോയി കഴിഞ്ഞാൽ ഇവൻ എന്താ കാണിക്കുന്നത് നമുക്ക് പറയാൻ. കിളി പോയില്ലെങ്കിൽ ഓക്കെ, അവൻ കിടുവാണ്. പക്ഷെ അവന്റെ തലയ്ക്ക് അതൊരു കിളി പോകും. അത് വയ്യ, അത് കാണാതിരിക്കാൻ വയ്യ. ഏതെങ്കിലും ഒരു ഗോൾ കീപ്പറിനെ കൊണ്ടുപോവാ, അല്ലെങ്കിൽ പെൻഡേഴ്സിനെങ്കിലും ആ ചാൻസ് കൊടുക്കുക. അങ്ങനെയെങ്കിലും ടീം നന്നാവട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ റോബ് സാഞ്ചസിന്റെ കാര്യം എനിക്ക് പറയാണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ ടീം വളരെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എൻകൂങ്കു ലുക്ക് റിയലി ഷാർപ്പ്. ടിപ്പിക്കലി അവൻ ഈ സീസൺ വിട്ട് പോകേണ്ട പ്ലെയർ ആണ്. ആൻഡ് എല്ലാവരും, കിയനൻ ഡ്രൂസ്ബറി ഹാൾ, മച്ചാനെ ഡ്രൂസ്ബറി ഹാൾ ലുക്ക് ഗുഡ്. അതാ ഞാൻ പറഞ്ഞേ, ഫോർ സംതിങ് ആ സിസ്റ്റം ലുക്ക് ഫൈനലി ക്ലിക്കിംഗ്. അല്ലെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ച് കളിക്കുന്ന ഒരു അവസരം കണ്ടു. അടുത്ത കളി എന്നാവും നമുക്ക് പറയാൻ പറ്റില്ല. ലുക്ക് ഷാർപ്പ്. അതോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ ടോപ്പിക്കിലേക്ക് കിടക്കാം, which is about Jamie Gittins. Now, Jamie Gittins, here we go, വന്നു കഴിഞ്ഞു. Out and out, right-footed left winger, great one-on-one duel specialist, shot taker,
high volume dribbler, high volume shot taker, high volume shot on target. നോണി മാഡുവയ്ക്ക് അപ്ഗ്രേഡഡ് വേർഷൻ ആണ് ജെയ്മി കിറ്റൻസ്. അതേ പോരായ്മകൾ തന്നെ ജെയ്മി കിറ്റൻസിനും ഉണ്ട്. അതായത് ഒരു ടണൽ വിഷൻ ആണ്. ബോൾ കാലിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒറ്റ നോട്ടമേ ഉള്ളൂ, ഗോൾ അടിക്കുക, അല്ലാണ്ട് പാസ് ചെയ്യുക എന്നുള്ളതല്ല. ഷൂട്ട് ഫസ്റ്റ് പിന്നെ ടോക്ക് ലേറ്റർ. പക്ഷേ ജെയ്മി കിറ്റൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന്, ഷൂട്ട് ഫസ്റ്റിൽ അവന് കൺവേർഷൻ റേറ്റ് കൂടുതലാണ്. നോണി മാഡുവക്കിനേക്കാളും നല്ല കൺവേർഷൻ ആണ്. നോണി മാഡുവക്കിനെ എന്നെ സംബന്ധിച്ച് അവന്റെ കൺവേർഷൻ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഹിൽ ബിക്കം വൺ ഓഫ് ദി എലീറ്റ് വിംഗേഴ്സ്. പക്ഷേ അത് വരുമോ ഇല്ലയോ നമുക്കറിയില്ല. നോണി മാഡുവക്കിനെ പോലെയല്ല ജെയ്മി കിറ്റൻസിന്റെ ഓൾറെഡി കൺവേർഷൻ റേറ്റ് കൂടുതലാണ്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ സപ്ലൈ, അവൻ ബുണ്ടസ് ലീഗിലാണ് ഇത് ചെയ്യുന്നത്. ബുണ്ടസ് ലീഗിൽ ഓൾറെഡി ഹൈലൈൻ കളിക്കുന്നതുകൊണ്ട് ഒരുപാട് അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ടും കൺവേർഷൻ റേറ്റ് കുറച്ചും കൂടെ കൂടാം. കാരണം അതേ കൺവേർഷൻ റേറ്റിൽ നിന്നാണ് നമുക്ക് ടീമോ വേണർ മറ്റേ കായ് ഹാവേർട്സ് ഒക്കെ വന്നത്. അപ്പൊ അതുകൊണ്ട് കൺവേർഷൻ റേറ്റ് കൂടുതലായി എന്ന് മാത്രം എന്ന് പറയുന്നതുകൊണ്ട് ഞാനിങ്ങനെ പ്രത്യേക എക്സൈറ്റഡ് ആയിരുന്നില്ല. അൾട്ടിമേറ്റ്ലി നമുക്ക് പ്രീമിയർ ലീഗിൽ ടെസ്റ്റ് ചെയ്യണം. ആൻഡ് എളുപ്പമല്ല അഡാപ്റ്റബിലിറ്റി, സമയമെടുക്കും. ഈവൻ ദോ അവനൊരു ഇംഗ്ലീഷ് ലാഡ് ആണെങ്കിലും, ഇംഗ്ലീഷ് പയ്യനാണെങ്കിലും, അവൻ കോൾ പാൽമർ, ഡെലാബ്, നോണി മാഡുവക്ക് എല്ലാവരും ഇംഗ്ലീഷ് അണ്ടർ 21 വേണ്ടി ഒരുമിച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പ്രീമിയർ ലീഗ് അഡാപ്റ്റബിലിറ്റി ഇസ് ഡിഫറെന്റ്. ദാറ്റ് മൈ ടേക്ക് എ ബിറ്റ് ഓഫ് ടൈം. അപ്പൊ അത് നമുക്ക് കണ്ടറിയാം. ഈവൻ സാൻജോ പോലും പ്രീമിയർ ലീഗിലേക്കാണ് 100% ആയിട്ട് അഡാപ്റ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ ജെയ്മി കിറ്റൻസിന്റെ അഡാപ്റ്റബിലിറ്റി നമുക്ക് നോക്കണം. പക്ഷെ അവന്റെ കയ്യിലുള്ള ടൂൾസ് ഒക്കെ അടിപൊളിയാണ്. അവന് നല്ല ബോൾ കൺട്രോൾ ഉണ്ട്, ഡ്രിബിളിംഗ് ഉണ്ട്, പേസ് ഉണ്ട്, ഷൂട്ടിംഗ് എബിലിറ്റി ഉണ്ട്, ഐ ഫോർ എ ഗോൾ ഉണ്ട്. അവന്റെ ബേസിക് ടെക്നിക്കൽ ക്വാളിറ്റീസ് ആർ റിയലി സോളിഡ്. സോ യെസ്, പൊട്ടൻഷ്യൽ ഉണ്ട് അവനെ സക്സസ്ഫുൾ ആവാൻ. പക്ഷെ സ്റ്റിൽ റോ, 20-21 വയസ്സ് പയ്യനാണ്, റോ ആണ്. അവൻ ഇനിയും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സമയമുണ്ട്. ബട്ട് ഓൾ ഇൻ ഓൾ നമുക്ക് വേണ്ട ഒരു പ്രൊഫൈലാണ് ബോർഡ് സൈൻ ചെയ്തിരിക്കുന്നത്. വി ആർ വെരി ക്ലിയർ. നമുക്ക് ജെയ്മി കിറ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ വേണം. ഇനിയിപ്പോ മാലിക് ഫൊഫാനയുടെ പുറകെ പോകാനുള്ള ഒരു ചാൻസ് കുറവാണ്. ജോവാ പെഡ്രോന്റെ പുറകെ പോകണമെന്ന് കേൾക്കുന്നു. അതിന്റെ വീഡിയോ ഞാൻ ചെയ്യാം. ബട്ട് ഓവറോൾ ഗുഡ് ടാർഗറ്റിംഗ് പ്രൊഫൈൽ, ഗുഡ് സൈനിങ്. ഐ ഡോണ്ട് നോ, ഒരു 55 മില്യൺ പൗണ്ട് ആണ് ഡീല് വന്നിരിക്കുന്നത് മൊത്തത്തില് വില പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ നമുക്ക് കണ്ടറിയാം അവൻ എങ്ങനെ ഡെവലപ്പ് ആവുന്നുള്ളത്. ബട്ട് നമുക്ക് എന്താണോ മിസ്സിംഗ് ആ ഒരു പ്രൊഫൈൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. Thank you so much for watching. Signing off, SK from Chelsea Karan.